മൈ ചാനൽ. എൻ്റെ പേര് വണ്ണി ഗെയിമിംഗ്. അപ്പം ഇന്ന് കൂടെയുള്ള ആദ്യമാണ്. അപ്പൊ ഇന്ന് ഫ്രീ ഫയർ കളിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളുടെ പെണ്ണ് വണ്ണി ഗെയിമിംഗ് ആണ് കൂടെയുള്ളത്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ ടു ഇന്റർവ്യൂ. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രീ ഫയർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിരുന്നു. ഹലോ ബണ്ണി, നീ എങ്ങനെ ഫ്രീ ഫയർ തുടങ്ങി? ബണ്ണി ഗെയിമിംഗ്, നിങ്ങൾ എന്ത് കാരണത്താലാണ് ഫ്രീ ഫയർ തുടങ്ങിയത്? എൻ്റെ ചേട്ടന്മാര് കളിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രീ ഫയർ ചേട്ടന്മാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടല്ലേ? ഞാനും അങ്ങനെ തന്നെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. നിങ്ങൾ ആദ്യമായിട്ട് കളിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അത് ഞങ്ങൾക്ക് നല്ല പേടിയായിട്ട് വല്ലതും തോന്നിയിരുന്നു? ദേഷ്യം, അതുകൊണ്ട് എല്ലാവരും തലക്കിട്ട് കൊടുത്തു ഹെഡ്ഷോട്ട്. അപ്പം നിങ്ങളെ കളി പഠിപ്പിച്ചതാരാ? എൻ്റെ ചേട്ടന്മാര് കുറച്ച് നേരം പഠിപ്പിച്ചു. ഞാൻ കുറേ തന്നെ പിടിപ്പിച്ചു, അവരും പോയി. അപ്പോൾ ബണ്ണി, നിങ്ങൾ എന്ത് കാരണത്താലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അത് എന്തോ ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തോ യൂട്യൂബിൽ എന്തോ വന്നിരുന്നു. അപ്പം ഞാൻ അത് ഞെക്കി കൊടുത്ത യൂട്യൂബ് ചാനലായി. ഓക്കെ, അപ്പം നിങ്ങളെ ഇൻ്റർവ്യൂവിൽ നിങ്ങളൊക്കെ എന്നോട് വല്ല ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ ഗെയിം എങ്ങനെ അനുഭവിച്ചത്? അപ്പോൾ നിങ്ങൾ നല്ലൊരു ലെവലെത്തി എങ്ങനെയാണെന്ന് പറയും. ഞാനൊക്കെ പണ്ട് കുറേ ഗെയിം കളിച്ചു. കുറേ ഗെയിം തോറ്റാണ് ജയിച്ചത്. കുറേ വെയിറ്റ് ചെയ്യണം നമ്മളതിന്, കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ദിവസം അത് പറ്റും. എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ചിന്ത ഉണ്ട്, നമുക്ക് ലൈക്ക് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. ആദ്യമൊക്കെ ഒന്നും ലൈക്കൊന്നും സബ്സ്ക്രൈബൊന്നും ചെയ്യില്ല. പിന്നെ നല്ലൊരു കണ്ടൻസൊക്കെ ഉണ്ടാക്കിയിട്ടാൽ മതി, നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. നമുക്കൊക്കെ കുറച്ചൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കിയത്? എനിക്ക് യൂട്യൂബ് ചാനൽ പണ്ടേ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പണ്ടില്ലേ, അച്ഛൻ വർക്ക് ചെയ്യുന്ന ഷോറൂമിലത്തെ വണ്ടീൻ്റെ ഒക്കെ വീഡിയോ എടുക്കായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അവിടുത്തെ ഒരു ചേട്ടനോട് ഉണ്ടാക്കി തരാൻ. അപ്പോൾ ആ ചേട്ടൻ ഉണ്ടാക്കി തരൂല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ അറിയാമെന്ന്. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി. പിന്നെ അത്യാവശ്യം നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവരുടെ ഉമ്മച്ചീൻ്റെ സമ്മതത്തോടെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ അച്ഛനോടും അമ്മേനോടും പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ നിങ്ങൾ ഈ ഫ്രീ ഫയർ ഇത് ഇങ്ങനെ കളിച്ചപ്പോൾ എന്താണ് അനുഭവം? അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. നിങ്ങളുള്ളപ്പോൾ എങ്ങനെയാ ഗണ്ണ് യൂസ് ചെയ്യണേന്നൊക്കെ ഒരു പേടിയായിരുന്നു. പിന്നെ എനിക്ക് ഈ ദേഷ്യം പിടിച്ചത് നിങ്ങൾ പറഞ്ഞ കൊണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും ദേഷ്യം പിടിച്ച്. അപ്പോൾ ഇല്ലേ, എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ഗണ്ണ് ഞാൻ പറഞ്ഞുതരാം. അത് വെച്ച് കളിച്ച 1v1 പുഷ്പം പോലെ പോകും. ഏത് ഗണ്ണാന്ന് പറഞ്ഞുതരാം. ഡെസേർട്ട് ഈഗിൾ ബെസ്റ്റ് ഗണ്ണെന്നാണ് ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ബോഡി ഷോട്ട് അടിക്കാനാണെങ്കിൽ ഹെഡ് ഷോട്ട് അടിക്കാനാണെങ്കിലും. അപ്പോൾ ലെറ്റ്സ് ഗോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് വൺ ടാപ്പ് അടിക്കാൻ ഡെസേർട്ട് ഈഗിൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഷോട്ട് ഗണ്ണ്, ഒരു എവോ ഗണ്ണൊന്നും എൻ്റെ അടുത്തില്ല. എന്നാലും ഞാൻ നല്ലോണം കളിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ എനിക്ക് സക്സസ്ഫുൾ കിട്ടും. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ മാപ്സ് എടുത്തിട്ട് സ്കോപ്പ് ഇട്ട് അവിടെ തലക്കിട്ട് അടിയും. അധികം വൺ ടാപ്പ് എന്നല്ല, ഹെഡ് ഷോട്ട് എന്ന് പറയാം ഞങ്ങൾക്ക്. വൺ ടാപ്പ് എന്ന് പറയുകയാണെങ്കിൽ
ഷോർട്ട് ഗൺ വെച്ചിട്ട് അടിക്കുന്നതിനാണ് പക്ഷെ അവർക്ക് ഹെഡ്ഷോട്ട് അടിക്കുന്നുണ്ട്. അതാണ് എനിക്കൊരു ഇത്. പക്ഷെ ബാക്കിയുള്ളതിന് അവനൊക്കെ ചാവും. അവന്റെ ഒരു പോയിന്റ് കൂടി അപ്പൊ ഞാൻ ദേഷ്യം വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി ഗെയിമിംഗ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്.